പെട്ടെന്നാണ് ഭാരതി ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നത്. അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവരുടെ ഏക മകളായ ആരോഷിയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ടെറസിലേക്കുള്ള വാതിൽ തുറന്നു നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ മറ്റൊരു ശവശരീരം കാണുന്നത്. അത് ഹേമരാജ് തന്നെയാണെന്ന് അവർ വ്യക്തമാക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്രതിയെ കണ്ടെത്തുന്നു. കൊല ചെയ്തത് അച്ഛൻ രാജേഷ് തൽവാർ ആണെന്നാണ് UP പോലീസ് പറയുന്നത്. തന്റെ മകളെ താൻ കൊല്ലില്ല എന്നും തന്നെ പിടിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് അയാൾ മീഡിയക്ക് മുമ്പിൽ വാവിട്ട് കരയുന്നു. അപ്പോൾ രാജേഷ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് CBIക്ക് ബോധ്യപ്പെടുന്നു. CBI കണ്ടെത്തിയ ഈ കാരണങ്ങളാൽ തന്നെ രാജേഷിനെ ജയിൽ മോചിതനാക്കുന്നു. അപ്പോഴും ആരാണ് കൊലപാതകി എന്ന് കണ്ടെത്താനായിട്ടില്ല. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ ഹേമരാജൻ റൂമിൽ മറ്റു ചിലർ വന്നിട്ടുണ്ടോ? എന്നാൽ ആരായിരിക്കും അവർ? ഹേമരാജന്റെ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് കോളുകളൊന്നും വന്നിട്ടില്ല. ആരോഷിയുടെ ഫോൺ കോളുകളും പരിശോധിക്കുന്നുണ്ട്. അതിൽ നിന്നും വ്യക്തമായി ഒന്നും കണ്ടെത്താനും കഴിയുന്നില്ല. രണ്ടുപേരുടെയും ഫോണുകൾ കണ്ടെത്താനായിട്ടില്ല. ആരോഷിയുടെ ഫോൺ ഒരാളിൽ നിന്നും കണ്ടെത്തിയെങ്കിലും അത് തനിക്ക് നിലത്തു നിന്നും വീണ് കിട്ടിയതാണെന്നാണ് അയാൾ പറയുന്നത്. ആ ഫോണിലെ മെമ്മറി കാർഡും കാണാനുണ്ടായിരുന്നില്ല. CBI ഡോക്ടർ രാജേഷ് തൽവാറിന്റെ ഒരുപാട് ജോലിക്കാരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ഡ്രൈവർ ഒരു കാര്യം പറയുന്നുണ്ട്. ഡോക്ടറുടെ ക്ലിനിക്കിലെ കമ്പൗണ്ടറായ കൃഷ്ണയെക്കുറിച്ചാണ് പറയുന്നത്. വേലക്കാരനായ കൊല്ലപ്പെട്ട ഹേമരാജും കൃഷ്ണയും ഒരേ നാട്ടുകാരാണ്. രണ്ടുപേരും നേപ്പാൾ സ്വദേശികളാണ്. കൊലപാതകം നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ക്ലിനിക്കിൽ വെച്ചൊരു സംഭവം നടന്നിരുന്നു. കമ്പൗണ്ടർ കൃഷ്ണ തന്റെ ജോലിയിൽ ഒരു പിഴവ് വരുത്തിയപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ഡോക്ടർ രാജേഷ് അയാൾ ഒരുപാട് ചീത്ത പറഞ്ഞിരുന്നു. ഇതിന് പകരം താൻ ചെയ്യുമെന്ന് ഡ്രൈവറോട് കൃഷ്ണ പറയുന്നുണ്ട്. കൊലപാതകം നടന്ന രാത്രി വേലക്കാരൻ റൂമിലേക്ക് പലരും വന്നു പോയതായിട്ടുള്ള ചില തെളിവുകളുണ്ടെന്ന് റിട്ടയർഡ് പോലീസുകാരൻ പറഞ്ഞിരുന്നു. ആരാണ് വന്നത്? ഇനി കൃഷ്ണ ആയിരിക്കുമോ അത്? കൃഷ്ണയെ CBI അറസ്റ്റ് ചെയ്യുന്നു. താൻ നിരപരാധിയാണെന്നാണ് കൃഷ്ണ പറയുന്നത്. താൻ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്നും. ഡോക്ടറും ഭാര്യയും പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നറിയാൻ അവരെ രണ്ടുപേരെയും ചില ടെസ്റ്റിന് വിധേയമാക്കുന്നുണ്ട് CBI. നുണ പരിശോധന, അതായത് പോളിഗ്രാഫ്, അതുപോലെ തന്നെ ബ്രെയിൻ മാപ്പിംഗ് എന്നിവയാണ്. അതിലെല്ലാം തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് CBIക്ക് ബോധ്യപ്പെടുന്നുമുണ്ട്. UP പോലീസ് ആദ്യം എത്തിയ അവിഹിത കഥയ്ക്കും കൃഷ്ണയുമായി ബന്ധമുണ്ടെന്നും അത്തരത്തിലുള്ള കഥ പ്രചരിപ്പിക്കാൻ കൃഷ്ണയും കൂട്ടുന്നതായും പറയപ്പെടുന്നുണ്ട്. ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം കൃഷ്ണയെ ചെയ്ത നാർക്കോ അനാലിസിസ് ടെസ്റ്റാണ്. ചെറിയ ഡോസിൽ മയക്കുമരുന്ന് കുത്തിവെച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ആ ഒരു അബോധാവസ്ഥയിൽ എല്ലാത്തിനും വ്യക്തമായ ഉത്തരം പറയുകയും ചെയ്യും. അതിൽ കൃഷ്ണ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് CBIയും ഡോക്ടർമാരും ഞെട്ടി. हेमराज का मोबाइल कहाँ पे डिस्ट्रॉय किए हैं? ആ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ലീക്ക് ആവുകയും ചെയ്തു. നാട്ടുകാർ മൊത്തം അത് കണ്ടു. വളരെ പാവപ്പെട്ടവരാണ് നേപ്പാളിൽ നിന്നും ഉത്തർപ്രദേശിലേക്ക് വരുന്ന ഇത്തരം തൊഴിലാളികളെല്ലാം തന്നെ. അതിൽപ്പെട്ട ഒരാളായിരുന്നു കൊല്ലപ്പെട്ട ഹേമരാജ്. ഹേമരാജിന്റെ സുഹൃത്തുക്കളായിരുന്നു ഈ പറയുന്ന കൃഷ്ണയും മറ്റൊരാളായിരുന്നു രാജ്കുമാറും. ചില രാത്രികളിൽ ഇവർ 3 പേരും ഒരുമിച്ച് കൂടാറുണ്ട്. ഹേമരാജ് മദ്യപിക്കില്ലെങ്കിലും മറ്റു 2 പേരും മദ്യപിക്കാറുമുണ്ട്. തൽവാർ ഫാമിലിയിൽ താമസിക്കുന്ന ഹേമരാജിന്റെ ആ റൂമിൽ തന്നെയാണ് ഇവർ 3 പേരും അന്ന് രാത്രി കൂടിയത്. വീട്ടുകാരെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇവർ ഒരുമിച്ച് ചേരുന്നത്. ഡോക്ടറുടെ മദ്യം എടുത്തുകൊണ്ട് ഇവർ കഴിക്കുന്നുമുണ്ട്. അതിനിടയിലാണ് ഇവരുടെ സംസാരം ആരോഷിയെക്കുറിച്ചാകുന്നത്. തന്റെ മകളെപ്പോലെയാണ് ആരോഷിയെ ഹേമരാജ് കാണുന്നത്. പക്ഷെ കൃഷ്ണയും രാജ്കുമാറും അങ്ങനെ ആയിരുന്നില്ല. അവർ വളരെ ക്രൂരമായിട്ടുള്ള ചില സംസാരങ്ങളും തമാശകളും ആരോഷിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹേമരാജ് തടഞ്ഞിട്ടും 13 വയസ്സുകാരിയായ ആരോഷിയുടെ റൂമിലേക്ക് അവർ 2 പേരും കയറി ചെല്ലുന്നു. നേപ്പാളികളായ ഗൂർഖാസ് കയ്യിൽ എപ്പോഴും ഒരു കടാര സൂക്ഷിക്കാറുണ്ട്. കുക്രി എന്നാണ് അതിനെ പറയാറ്. കൃഷ്ണയുടെ കയ്യിലും അത്തരത്തിലൊന്നുണ്ട്. തന്നെ കയറി പിടിക്കാൻ വന്ന കൃഷ്ണയെ ആരോഷി തടയുന്നുണ്ട്. അപ്പോൾ തന്റെ കുക്രിയുടെ മറുവശം കൊണ്ട് ആരോഷിയുടെ തലക്കടിക്കുകയാണ് കൃഷ്ണ ചെയ്യുന്നത്. ആ ഒരു അടിയിൽ തന്നെ ആരോഷിയുടെ ബോധം പോകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹേമരാജ് പരിഭ്രാന്തനായി ഓടുകയും തൊട്ടടുത്ത വീട്ടിലുള്ള മറ്റൊരു ജോലിക്കാരനായ വിജയ് മണ്ഡലിനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഹേമരാജ് വിജയ് മണ്ഡലുമായി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ബോധം കെട്ട് കിടക്കുന്ന ആരോഷിയാണ് കാണുന്നത്. എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ തൽവാർ ദമ്പതികളെ വിളിച്ചു വരുത്താൻ പോവുകയാണ് ഹേമരാജ്. പക്ഷേ കൃഷ്ണയും രാജ്കുമാറും അതിന് സമ്മതിക്കുന്നില്ല. ഹേമരാജിനെ പിടിച്ചു വെക്കുകയാണ്. ശബ്ദമുണ്ടാക്കാതിരിക്കാൻ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഹേമരാജിനെ ടെറസിലേക്ക് കൊണ്ടുപോകുന്നു. हेमराज को कहाँ पे मारा था? നമുക്ക് നാട് വിടാമെന്നും നേപ്പാളിലേക്ക് കടന്നാൽ പിന്നെ ആരും തങ്ങളെ പിടിക്കില്ല എന്നും കൃഷ്ണ പറയുന്നുണ്ട്. പക്ഷെ ഹേമരാജ് അതിനൊന്നും തന്നെ തയ്യാറാകുന്നില്ല. നേരത്തെ തന്റെ കയ്യിലുള്ള കുക്രിയുടെ മറുവശം കൊണ്ട് കൃഷ്ണ ഹേമരാജിന്റെ തലക്കുമടിക്കുന്നു. എന്നിട്ട് ആ കുക്രി കൊണ്ട് ഹേമരാജിന്റെ കഴുത്തറുക്കുകയും ചെയ്യുന്നു. കൃഷ്ണയുടെ കയ്യിലാകെ ചോരയാണ്. ആ ചോര പുരണ്ട കൈകളാൽ മതിലിൽ തൊടുമ്പോഴാണ് അവിടെ ഒരു കൈയടയാളം ഉണ്ടാകുന്നത്. കൃഷ്ണയുടെ കയ്യിൽ നിന്നും ആ ലോക്കിലും അതുപോലെ തന്നെ പടിയിലുമെല്ലാം തന്നെ രക്തമാകുന്നുണ്ട്. രക്തപ്പാടുകളെല്ലാം തന്നെ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന രീതിയിലാണെന്ന് പിന്നീട് CBI കണ്ടെത്തിയിട്ടുമുണ്ട്.
ആരോഷിയുടെ റൂമിലെത്തിയ അവർ ആരോഷിയുടെ കഴുത്തും കടാര കൊണ്ട് അറുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നിന്നും മദ്യപിക്കുന്നുമുണ്ട്. നാർക്കോ അനാലിസിന്റെ വീഡിയോ പുറത്താവുകയും പല ടിവികളും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴും യൂട്യൂബിൽ അത് അവൈലബിളുമാണ്. ഈ നാർക്കോ അനാലിസിസ് ടെസ്റ്റിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ കൊണ്ടൊന്നും തന്നെ ഇന്ത്യയിൽ ആരും ശിക്ഷിക്കപ്പെട്ടില്ല. കാരണം കോടതിയിൽ അതൊന്നും തെളിവായി എടുക്കില്ല. കോടതിക്ക് വേണ്ടത് ശാസ്ത്രീയമായ തെളിവുകളാണ്. യു പി പോലീസിന്റെ കെടുകാര്യസ്ഥത മൂലം അത്തരത്തിലൊരു തെളിവുകളും തന്നെ ഈ കേസിൽ ലഭ്യമായിട്ടുമില്ല. CBI ഉദ്യോഗസ്ഥൻ അരുൺകുമാറും തന്റെ ഫോറൻസിക് സംഘവും കൃഷ്ണയുടെ വീട് പരിശോധിക്കുന്നുണ്ട്. അവിടെ നിന്നും അവർക്ക് വളരെ വ്യക്തമായൊരു തെളിവ് ലഭിക്കുന്നുമുണ്ട്. കൃഷ്ണയുടെ വീട്ടിൽ നിന്നും കുക്രി എന്നൊരു ആയുധം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ രക്തം പുരണ്ട പോലെയുള്ള ഒരു തലയണ കവറും. ഫോറൻസിക് റിപ്പോർട്ട് വരുമ്പോൾ കുക്രിയിൽ നിന്നും ഹേമരാജിന്റെയോ ആരോഷിയുടെയോ രക്തം കണ്ടെത്താൻ കഴിയുന്നില്ല. കൊല്ലപ്പെട്ട വേലക്കാരനായ ഹേമരാജിന്റെ മുറിയിൽ നിന്നും കിട്ടിയ തലയണ കവറിൽ നിന്നും ഹേമരാജിന് DNA കിട്ടിയിരുന്നു. കൃഷ്ണയുടെ വീട്ടിൽ നിന്നും കിട്ടിയ പില്ലോ കവറിലും ഹേമരാജിന്റെ DNA ഉണ്ടെന്ന് കണ്ടെത്തുന്നു. ഈ സംഭവങ്ങളെല്ലാം തന്നെ നേരിട്ട് കണ്ട വിജയ് മണ്ഡൽ എന്നയാൾ സർക്കാരിന് അപ്രൂവർ ആകാനും തയ്യാറാകുന്നുണ്ട്. എല്ലാ സത്യങ്ങളും CBIക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നുമുണ്ട്. നാർക്കോ അനാലിസിസ് ടെസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെളിയിക്കുന്ന രീതിയിലുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചു. എന്നിട്ട് ഈ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടോ? ഇല്ല. ഏറ്റവും സുപ്രധാനമായി ലഭിച്ച ആ DNA റിപ്പോർട്ട് വീണ്ടും ഒന്ന് പരിശോധിക്കാൻ വേണ്ടി CBIയിൽ നിന്നും ഫോറൻസിക്കിലേക്ക് ഒരു അപേക്ഷ പോകുന്നു. കൃഷ്ണയുടെ റൂമിൽ നിന്നും കിട്ടിയത് കൃഷ്ണയുടെ തന്നെ DNA ആണെന്നും ഹേമരാജിൻ്റെതാണെന്ന് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കിലൂടെ മാറിപ്പോയതെന്നുമാണെന്ന് പുതിയ റിപ്പോർട്ട്. ആദ്യ റിപ്പോർട്ടിൽ പലയിടത്തായി ടൈപ്പ് ചെയ്ത ആ ഒരു പേര് എങ്ങനെയാണ് എല്ലായിടത്തും ഒരുപോലെ മാറിപ്പോയത്? CBIയിലെ ഈഗോ പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിലെന്നും പറയപ്പെടുന്നുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ലാതെ ഈ കേസ് വീണ്ടും മുന്നോട്ട് പോകാതെയായി. അപ്രൂവർ ആവാൻ നിന്ന മൂന്നാമനും അതിൽ നിന്നും പിന്മാറി. തുടർന്ന് ഈ കേസിൽ നിന്നും CBI അരുൺകുമാറിനെ ഒഴിവാക്കുന്നു. പകരം AGL കൗൾ എന്ന ഉദ്യോഗസ്ഥനെ ഈ കേസ് ഏൽപ്പിക്കുന്നു. AGL കൗൾ കണ്ടെത്തിയത് UP പോലീസ് പറഞ്ഞ അതേ കാര്യമായിരുന്നു. കൊല നടത്തിയത് രാജേഷ് തൽവാറും നൂപൂർ തൽവാറും ചേർന്നുകൊണ്ടാണെന്ന്. മറ്റാരും വീട്ടിലേക്ക് വന്നതിന് യാതൊരു തെളിവില്ല എന്നും അവസാനമായി കൊല്ലപ്പെട്ടയാളെ കണ്ടത് ആരുടെ കൂടെയാണോ അയാളാണ് പ്രതികളുമെന്നുള്ള ഒരു തിയറിയിലാണ് AGL കൗൾ അവരെ വീണ്ടും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. തലക്കടിച്ചത് ഗോൾഡ് സ്റ്റിക്ക് കൊണ്ടാണെന്നും ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ചാണ് കഴുത്ത് മുറിച്ചതെന്നുമാണ് കൗൾ കണ്ടെത്തിയത്. അവരുടെ ഗോൾഫ് സ്റ്റിക്കിൽ നിന്നും ഒന്ന് കാണാതായിരുന്നു. അതായിരിക്കാം കൊലക്ക് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. ഡോക്ടർ രാജേഷ് തന്നെ കാണാതായ ഗോൾഫ് സ്റ്റിക്ക് കണ്ടെത്തിക്കൊണ്ട് CBIക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും ശാസ്ത്രീയമായ യാതൊരു തെളിവും ലഭിക്കുന്നുമില്ല. UP പോലീസ് കൊലക്ക് കാരണമായി ഉണ്ടാക്കിയത് ഒരു അവിഹിതമാണെങ്കിൽ CBIയുടെ സെക്കൻഡ് ടീം ഉണ്ടാക്കിയത് മറ്റൊരു കാരണമായിരുന്നു. വേലക്കാരനും മകളും തമ്മിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നും അവർ സെക്സ് ചെയ്യുമ്പോഴാണ് ഡോക്ടർ ഇത് കാണുന്നതെന്നും അതിനെ തുടർന്നാണ് രണ്ടുപേരെയും കൊലപ്പെടുത്തിയതെന്നുമാണ് CBIയുടെ തിയറി. ശാസ്ത്രീയമായ തെളിവുകളൊന്നും തന്നെ അവർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല. അവസാനം ഈ കേസ് പ്രതിയെ കണ്ടെത്താതെ ക്ലോസ് ചെയ്യാനാണ് CBI ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു ക്ലോഷർ റിപ്പോർട്ടാണ് CBI കോടതിയിൽ കൈമാറുന്നത്. പക്ഷേ കോടതി ആ റിപ്പോർട്ട് സ്വീകരിക്കുന്നില്ല. ഡോക്ടർ രാജേഷ് തൽവാറിനെയും നൂപൂർ തൽവാറിനെയും പ്രതി ചേർത്തുകൊണ്ട് വിചാരണ തുടരാൻ വേണ്ടിയാണ് കോടതി പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2012 ഏപ്രിൽ 30 അവർ കോടതിയിൽ ഹാജരാവുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്യുന്നു. അവരുടെ വിചാരണ പൂർത്തിയാകുന്നു. സാഹചര്യ തെളിവുകളുടെയും തിയറികളുടെയും അടിസ്ഥാനത്തിൽ മാത്രം അവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു. 2013 നവംബർ മാസം മുതൽ അവർ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ഗാസിയാബാദ് കോടതിയുടെ കണ്ടെത്തലിനെതിരെ അപ്പീലുമായി അവർ ഹൈക്കോർട്ടിൽ പോകുന്നുണ്ട്. 4 വർഷം അവർ രണ്ടുപേരും ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. 2017 ഹൈക്കോടതി അപ്പീൽ മേൽ ഒരു വിധി പറയുന്നത്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അവരെ ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അവരെ വെറുതെ വിടുന്നു. 4 വർഷം ശിക്ഷ അനുഭവിച്ചതിന് ശേഷമാണ് കുറ്റവിമുക്തരായി അവർ പുറത്തിറങ്ങുന്നത്. 14 വയസ്സുകാരിയായ ആരോഷി തൽവാറിനെയും അവരുടെ വേലക്കാരനായ ഹേമരാജിനെയും കൊന്നതാരാണ്? ഇന്നും കോടതിയുടെ മുമ്പിൽ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. തങ്ങളുടെ മകളെ കൊന്നുവെന്ന ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ച രാജേഷ് തൽവാറും നൂപൂർ തൽവാറും ഇന്നും അവിടെ ജീവിക്കുന്നുണ്ട്. കൊന്നത് തങ്ങളാണെന്ന് വെളിപ്പെടുത്തിയിട്ടും ഒരു ശിക്ഷയും അനുഭവിക്കാതെ നേപ്പാൾ സ്വദേശികളും ഇന്നും ജീവിക്കുന്നുണ്ട്. ആരാണിതിൽ യഥാർത്ഥ പ്രതികൾ? തെളിവുകൾ കണ്ടെത്താൻ കഴിയാതെ പോയ ഉത്തർപ്രദേശ് പോലീസാണോ അതോ CBIക്കുള്ളിലെ ഈഗോയാണോ ഇതിൽ കണ്ടെത്താൻ കാരണമായത്? ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ എങ്ങനെയാണ് ഒരു കേസിന്റെ മൊത്തം ഫെയിലിയറിലേക്ക് മാറുന്നതെന്നാണ് ഈ കേസ് തെളിയിക്കുന്നത്. CBIയിലെ ഓഫീസർമാർ തമ്മിലുള്ള ഈഗോ ആയിട്ടാണ് ഇതിന് കാരണം. അതുപോലെ തന്നെ UP പോലീസിന്റെ അലംഭാവം. വ്യക്തമായി തെളിവുകൾ ശേഖരിക്കേണ്ട സമയത്ത് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതായിരിക്കും ഓരോ കേസിന്റെയും അവസ്ഥ. ഇന്ത്യയിൽ നീതി കിട്ടാതെ പോയ അനേകം കേസുകളിലൊന്നായി ഈ കേസും തുടരും. ഇതുപോലെയുള്ള സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.